നിയമോപദേശം സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഈ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ്. ഈ ജഡ്ജി വിധി പറയാൻ അർഹതപ്പെട്ട ഒരാളല്ല. ഈ മെമ്മറി കാർഡ് ചോർന്ന കേസിലെ സംശയ നിഴലിലായിട്ടുള്ള ഒരു ജഡ്ജി കൂടിയാണ് ഈ ഹണി എം വർഗീസ്. അപ്പോൾ അവർ വിധി പറയുമ്പോൾ എങ്ങനെയാണ് അത് വിശ്വാസത്തിലെടുക്കുക? അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നാണ് നിയമോപദേശത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ദിലീപിനെ വെറുതെ വിടാൻ എഴുതിയ വിധിയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന്റെ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ അത്തരത്തിലാണ് മനസ്സിലാകുന്നത്. ദിലീപിനെതിരെ സമർപ്പിച്ചിരിക്കുന്നത് ഗൗരവമുള്ള തെളിവുകളാണ്. എല്ലാം പക്ഷപാതത്തോടെ മാത്രമാണ് കോടതി തള്ളിയിരിക്കുന്നത്. ജഡ്ജി പെരുമാറിയത് വിവേചനപരമായാണ്. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം നിലപാട്, അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ ഈ ഒരു നിയമോപദേശത്തിൽ പറയുന്നത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാനും അനുവദിച്ചു. അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലായിരുന്നു ജഡ്ജിയുടെ നിലപാടും ചില പരാമർശങ്ങളും എന്നുകൂടി ഈ സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കാർ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ വിധി വരുന്ന സമയത്ത് പോലും അതിജീവിതയുമായി ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും പറയുന്നത് തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പില്ല. കാരണം ഈ ജഡ്ജിയാണ് വിധി പറയുന്നതെങ്കിൽ സ്വാഭാവികമായും ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന് അനുകൂലമാകുന്ന ഒരു തരത്തിലായിരിക്കും വിധി വരിക എന്ന ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളുമൊക്കെ പല ആവർത്തി പറഞ്ഞതാണ്. വിധി വന്നപ്പോൾ അത് തന്നെയായിരുന്നു സംഭവിച്ചതും. നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന ഒരു വിധി വന്നതിന് ശേഷം വലിയ വിമർശനം തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ അടക്കം ഈ ജഡ്ജിക്കെതിരെയും ഉന്നയിച്ചത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അത് പരിഗണിച്ചില്ല? ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ദിലീപിന് അനുകൂലമാകുന്ന ഒരു നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സാക്ഷികളായിട്ട് വിസ്തരിച്ച ആളുകളെ പോലും ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടായി. കൃത്യമായിട്ടുള്ള തെളിവുകൾ പറഞ്ഞുവെങ്കിൽ പോലും, മൊഴികൾ രേഖപ്പെടുത്തിയെങ്കിൽ പോലും അത് പലപ്പോഴും ശ്രദ്ധിക്കാൻ പോലും ഈ ജഡ്ജി തയ്യാറായില്ല എന്ന് പിന്നീട് പല ആവർത്തി പല സാക്ഷികളും പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനിടയിലാണ് ഈ അപ്പീൽ നൽകും, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന നിലപാട് ആവർത്തിക്കുകയും ഇതിൽ അപ്പീൽ നൽകുമെന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് സർക്കാർ ഇതിലൊരു നിയമോപദേശം തേടിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ AG ആണ് ഇപ്പോൾ ഒരു നിയമോപദേശം തയ്യാറാക്കിയ